പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേ ദിവസം ഹബക്കൂക്ക് 2:4 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഹൃദയ പരമാർത്ഥയില്ലാത്തവൻ പരാജയപ്പെടും, എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് 2 ഭാഗങ്ങളാണ് ഈശോ നമ്മെ ബോധവാന്മാരാക്കി തരുന്നത്. വചനം പറയുന്നത് എങ്ങനെയാണ്? ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഹൃദയത്തിൽ പരമാർത്ഥതയുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. ഈശോയോട് കൂടെ വിശ്വസ്തതാപൂർവമാണോ എൻ്റെ നിങ്ങളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാനും നിങ്ങളും നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട സമയമാണിപ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വചനം പറയുന്നത് എങ്ങനെയാണ്? ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും, നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു നീതിമാനെ പോലെ ആയിരിക്കുവാൻ സാധിക്കണം. വിശ്വസ്തതാപൂർവം ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ സാധിക്കണം. വിശ്വാസത്തിൽ കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ളൊരു ബോധ്യം അത് എനിക്കും നിങ്ങൾക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ വിശ്വസ്തതാപൂർവം നിലനിർത്തുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതം വിശ്വസ്തതാപൂർവം ആയിരിക്കുവാനായിട്ട് സാധിക്കണം. ഈശോയോട് ചേർന്നിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഹൃദയം ഈശോയുടെ ഹൃദയത്തെപ്പോലെ ആയിത്തീരണേ എന്ന് എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എൻ്റെ പൊന്നു തമ്പുരാനെ, നമുക്ക് പറയുവാൻ സാധിക്കണം, എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തെ അവിടുത്തെ ഹൃദയത്തെ പോലെ ആക്കി മാറ്റണമേ എന്ന്. എന്നിലെ കുറവുകൾ നീ എടുത്തു മാറ്റണമേ എന്ന് എൻ്റെ ഈശോയെ എന്ന് വിളിച്ചപേക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രിയ തമ്പുരാനെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു നീതിമാനെ പോലെ ജീവിക്കുവാൻ ആയിത്തീരുവാൻ നമ്മൾ വിശ്വാസത്തിലായിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.